ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം. എബ്രായ ലേഖനം 11 അധ്യായം 24 മുതൽ 26 വരെ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ആഡംബരത്തിലും ധനത്തിലും അധികാരത്തിലും ജീവിച്ചു വളർന്ന താൻ അടിച്ചമർത്തപ്പെട്ടതും അടിമപ്പണി ചെയ്യുന്നതുമായ ഒരു ജനവിഭാഗത്തിൽ ഉൾപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ ഹൃദയസ്ഥിതി എന്തായിരിക്കുമെന്നൊന്ന് ഓർത്ത് നോക്കിയാട്ടെ. തിരിച്ചറിയലിന് സംഘർഷം മോശയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരു എബ്രായനായി ജനിച്ചു, മിസ്രൈമിലെ രാജകുമാരനായി വളർന്നു. തൻ്റെ സ്വജനത്തോടുകൂടി പക്ഷം താൻ ചേർന്നു. അത് സ്വയമായി ചെയ്ത തീരുമാനം ആണോ എന്ന് നാം സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ ദൈവത്തിൻ്റെ ക്ഷണം കൂടെയാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ദൈവത്തെ അറിയുന്നതിൻ്റെ വെളിച്ചത്തിൽ സത്യമാണെന്ന് നാം കരുതുന്ന വസ്തുത ഉപേക്ഷിച്ച് കളയുവാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുമോ? നാം പിടിച്ചു വച്ചിരിക്കുന്ന പാരമ്പര്യം ബന്ധങ്ങൾ വലിച്ചെറിയാൻ കഴിയുമോ? അത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതെ ദൈവമക്കൾ, അതെ സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ തീക്ഷ്ണത ദൈവത്തിൻ്റെ പാവനമായ ഉദ്ദേശങ്ങളുമായി ചേർത്ത് ജ്വലിപ്പിക്കുവാൻ ഇനി എത്ര കാലം കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകും? മോശ ആളുകളെ മേയിച്ചും സ്വയം ചോദിച്ചും 40 കൊല്ലം മരുഭൂമിയിൽ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പർവ്വതത്തിലെ കത്തുന്ന മുൾപ്പടർപ്പിൽ ഒരു ദൈവീയ ശബ്ദത്തിന് അവനോട് സംസാരിച്ചു. അവൻ്റെ കാത്തിരിപ്പ് വ്യർത്ഥമല്ലെന്ന് മോശയ്ക്ക് മനസ്സിലായി. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അതെ സ്തോത്രം. ഒരു കത്തുന്ന മുൾപ്പടർപ്പ് ദർശിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നയനങ്ങളിൽ കൂടി ജീവിതത്തെ ദർശിക്കുന്നതിൻ്റെ അർത്ഥം മരുഭൂമിയിലെ പ്രവാസകാലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ പ്രതാപത്തിൽ നിന്നും മനഃപൂർവ്വം വിട്ടുപിരിയുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം അതിമഹത്തായതും ശ്രേഷ്ഠവുമാണ്. എത്ര മഹത്തായ ഉദ്ദേശലക്ഷണങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരുവനായി അവൻ നമ്മെ കാണുന്നു. അവൻ്റെ നമ്മളോടുള്ളതായ സ്നേഹത്താൽ ജീവിക്കുക, അവൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുക, തുടർന്ന് അവൻ്റെ തേജസ്വേറി സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അർഹനാകുക. ഇതാണ് അതിൻ്റെ പ്രതിഫലങ്ങൾ. ഇനിയും നാം സ്തോത്രം അതിനായി നമുക്ക് കേൾപ്പിക്കാം. ഈ വചനത്തെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.